കേന്ദ്രത്തിന്റെ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രത്തോട് അടുത്തുള്ള വീടാണല്ലേ? മട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. പുഞ്ചിരിമട്ടം. അതെ. ആ പുഞ്ചിരിമട്ടത്തിന്റെ അവസ്ഥ എന്താണ് നിങ്ങളുടെ വീടിന്റെ ഒരു സ്ഥിതി എന്തായിരുന്നു? എല്ലാം പോയി തറമട്ടായി ഇപ്പൊ. അവിടെ നമുക്ക് കാണാനും ഒന്നുമില്ലല്ലോ, ഒരു മണ്ണ് മാത്രമേ ഉള്ളൂ അവിടെ. ഏറ്റവും വലിയ വീടായിരുന്നു ഞങ്ങളെ വീട്. ആ വീട് തന്നെ അല്ല. വീട്ടില് ആരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് എന്റെ അമ്മ ഉണ്ടായി, അച്ഛനുണ്ടായി, പിന്നെ അനിയന്മാരുണ്ടായി. അനിയന് കല്യാണം കഴിഞ്ഞ് 2 മാസമായിട്ടുള്ളൂ. ആ പെണ്ണ് മരിച്ചുപോയി. പെണ്ണിന്റെ മരിപ്പ് കിട്ടി. പിന്നെ പെങ്ങളുണ്ട്, ചെറുതൊന്നുണ്ട്, അതിന് കിട്ടിയില്ല ഇതുവരെ. അച്ഛമ്മ ഉണ്ട്, അച്ഛമ്മന് കിട്ടിയില്ല. അച്ഛനും അമ്മന്റെ ബോഡിയൊക്കെ കിട്ടി. പിന്നെ ഒരു അനിയന്റെ ബോഡിയും കിട്ടി. ഇനി കിട്ടാനുള്ളത് എന്റെ മൂത്ത അനിയന്റെ ബോഡിയും പെങ്ങളെ ബോഡിയും, പിന്നെ എന്റെ ചേച്ചിന്റെ ബോഡി ഒരു കാലും കഴുത്ത് മാത്രം കിട്ടി, തല കിട്ടിയില്ല. എന്റെ താലി ചരട് കണ്ടിട്ടാ ഞങ്ങള് എന്റെ പെങ്ങളാണ് പറഞ്ഞിട്ട് തീരുമാനിച്ച്. ഇനിയും നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ചെന്നൈന്ന് വരിക. ഞാൻ ചെന്നൈയിലാ വർക്ക് ചെയ്യണേ. പിന്നെ എന്റെ രണ്ടാമത്തെ അനിയുണ്ട് ഗൾഫിൽ. ഓനും ഇവിടെ എത്തിക്കണേ. അവനൊക്കെ വന്നിട്ട് എന്നെ കൂട്ടി ഒന്ന് കാണിച്ച് ഇതാണോ എന്റെ അളിയനെ കിട്ടിയിട്ടില്ല ഇതുവരെ. ഒരു ബോഡിയൊക്കെ കാണുമ്പോൾ നമുക്ക് തല കറക്കം വരിക. അത് എന്തൊക്കെയോ പറയാൻ പറ്റും, എനിക്കൊന്നും പറയാൻ. നിങ്ങളുടെ വീടിനടുത്തുള്ള ആളുകളുടെ ഒക്കെ അവസ്ഥ എന്താണ്? ഒറ്റ ആളുണ്ട് അവിടെ, സുജണ്ണൻ മാത്രം. ഒരാള് തുണി പോലും ഇല്ലാത്ത ഒരാള് കിട്ടി പറഞ്ഞു. ഞങ്ങളെ വീട്ടിന്റെ കുറച്ച് മുകളിൽ അവര്. ആ എണ്ണം മാത്രം ഉണ്ട്. അവരെ വീട്ടിൽ വേറെ ആരും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പ്രദേശത്തിന്റെ ഒരു അവസ്ഥയും കൂടി വേണ്ടി ചോദിക്കുകയാണ്. പുഞ്ചിരിമട്ടത്ത് അടുത്തടുത്ത് വീടുകളുള്ള മേഖലയായിരുന്നോ? മുണ്ടക്കൈ പോലെ തന്നെ അടുത്തടുത്ത് കുറെ വീടുണ്ട് അവിടെ. അവിടെ ഒരു വീടും ഇല്ല. റിസോർട്ട് ഉണ്ട്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് വലിയൊരു റിസോർട്ട് ഉണ്ട്. അതൊന്നുമില്ല. ഈ സംഭവ സമയത്ത് കയറി നിൽക്കാവുന്ന ഉയർന്ന പ്രദേശങ്ങളോ രക്ഷപ്പെടാവുന്ന സാധ്യതകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് അറിയോ? തന്നെ നിൽക്കാൻ പറ്റും. അപ്പൊ ആ സമയത്ത് ഞങ്ങള് മിഞ്ഞാന്നൊരു ഉരുൾപൊട്ടുണ്ടായില്ലേ, അപ്പൊ എല്ലാരും വന്ന് പാടിയിൽ നിന്നാ. ഞങ്ങളെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ മാത്രമുള്ള വീട്ടിൽ നിന്ന് വരില്ലാറിന്. അച്ഛൻ മാത്രം വീട്ടിൽ നിന്ന്, അച്ഛനും അനിയനും അവരാണ്. ബാക്കിയുള്ളവരൊക്കെ പാടിയിലെന്നു. നമ്മളെ എസ്റ്റേറ്റ് പാടിയില്ലേ, ആ പാടിയിലെന്നു. നിങ്ങളുടെ വീടും ഒരു പരന്ന പ്രദേശത്തായിരുന്നോ അതോ കുന്നോട് ചേർന്ന സ്ഥലത്തായിരുന്നോ വീടുണ്ടായിരുന്നത്? അല്ല, ഞങ്ങളെ വീട് കുറച്ചൊക്കെ മുകളില. ഏകദേശം കുറച്ച് പൊക്കമൊക്കെ ഉണ്ടാവും. സംഭവം നിങ്ങൾ ചെന്നൈയിൽ ഉണ്ടാവുമ്പോഴാണോ അറിയുന്നത് ഇങ്ങനെ വലിയ സംഭവം ഉണ്ടായി എന്നുള്ളത്? ഞാൻ ചെന്നൈയിലുണ്ടാകുമ്പോ എനിക്ക് പൊലച്ചക്ക് എന്റെ അടിവാരത്ത് എന്റെ മാമന്റെ അവരൊക്കെ ചെറിയ മാമയൊക്കെ ഉണ്ട്. അവര് വിളിച്ചിട്ടാ ഞാൻ അറിഞ്ഞേ. അപ്പൊ ഞാൻ എല്ലാരും ഫോണിക്ക് പോകണം. ഇതിപ്പോ എല്ലാരും ഫോൺ സ്വിച്ച് ഓഫാ. അപ്പൊ എല്ലാരും സേഫാക്കാരും പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് അപ്പൊ തന്നെ കേറിയിട്ട് ഇവിടെ വന്നപ്പോ ഞാൻ വരുന്നതിന് മുമ്പ് അമ്മന്റെയും അച്ഛന്റെ ബോഡിയൊക്കെ ദഹിച്ചു കളഞ്ഞു. അനിയന്റെയും കഴിഞ്ഞു. ഞാൻ ഇതുവരെ ആരും ബോഡിയും കണ്ടിട്ടില്ല. എന്റെ പെങ്ങളെ കുട്ടി മാത്രം ജീവനോടുണ്ട്. മൃതദേഹങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയോ? തൊട്ടടുത്ത് തന്നെയാണ്. എന്റെ പെങ്ങളെ കുട്ടിയെ കിട്ടിയത് അവിടെ നിന്ന് തന്നെയാണ്. ഇവിടെ ഞാൻ എന്റെ അമ്മേനെ കിട്ടിയതും പാടീന്റെ അവിടെ നിന്ന് തന്നെയാണ്. പിന്നെ അച്ഛനെ കിട്ടിയത് അവിടെ നിന്നാ. അതാണ് അവസ്ഥ. ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരെയും നഷ്ടപ്പെട്ടതിന്റെ വിലാപം അവർ പങ്കുവെക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള ഓരോരുത്തർക്കും ഇതുപോലെയുള്ള നഷ്ടങ്ങളുടെയും സങ്കടങ്ങളുടെയും അവസ്ഥകൾ മാത്രമാണ് ധന്യ പറയാനുള്ളത്. ഓരോരുത്തരുടെയും കഥകൾ നമുക്ക് ചോദിക്കാൻ തന്നെ പ്രയാസത്തിലാകുന്ന തരത്തിലാണ് ഓരോരുത്തരുടെയും സ്ഥിതിയുള്ളത്. വീടുകൾ പൂർണ്ണമായി ഒലിച്ചുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് അവരുടെ മക്കളെ, ഭാര്യയെ, അമ്മയെ, അച്ഛനെ, സഹോദരങ്ങളെ ഒക്കെ നഷ്ടപ്പെട്ടു. അവരുടെ മൃതദേഹം പോലും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള ഏറ്റവും സങ്കടകരമായ കാര്യങ്ങളാണ് ഇവർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. മുണ്ടക്കൈ മേഖലയിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരിൽ ആർക്കും ഒരു ആശ്വാസത്തിന്റെ കഥകൾ പറയാനില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണണം. സംസാരിച്ചവർക്കൊക്കെ നഷ്ടത്തിന്റെയും സങ്കടങ്ങളുടെയും കഥകൾ മാത്രമാണ് അവർക്കൊക്കെ പങ്കുവയ്ക്കാനുള്ളത്. അത്രമേൽ നഷ്ടങ്ങളാണ് ഈ മേഖലയിൽ സംഭവിച്ചത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ നമ്മൾ മുണ്ടക്കൈ മേഖലയിൽ പോകുമ്പോഴും ഈ ഒരു കാര്യം കൃത്യമായി കണ്ടതാണ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ആ മേഖലയിലെ ഏറ്റവും വലിയ വീടായിരുന്നു. ചേട്ടന്റെ പേരെന്തായിരുന്നു? രമേശൻ. തൊട്ടു മുമ്പ് നമ്മൾ സംസാരിച്ച രമേശിന്റെ വീട് ആ മുണ്ടക്കൈ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ വീടായിരുന്നു. ഇരുനില വീടായിരുന്നല്ലേ? ഇരുനില വീടായിരുന്നു. മുകളിൽ കയറി നിൽക്കാൻ രക്ഷപ്പെടുമെന്ന് വരെ പ്രതീക്ഷിച്ചു കാണും. പക്ഷേ
അതിനപ്പുറത്തേക്ക് പ്രഹരശേഷിയുള്ള ഉരുൾപൊട്ടലാണ്, മലവെള്ളപ്പാച്ചിലാണ് വന്നടിഞ്ഞത്. ഇന്നലെ നമ്മൾ മുണ്ടക്കൈ മേഖലയിൽ തന്നെ പോകുമ്പോൾ പല വീടുകൾക്കും, കോൺക്രീറ്റ് വീടുകൾക്കും അകത്ത് മരങ്ങളും കല്ലുകളും വന്നടിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അത്രമേൽ ഭീകരമായ തരത്തിൽ, അത്രമേൽ തീവ്രതയിൽ മലവെള്ളപ്പാച്ചിലും വലിയ പാറ കഷ്ണങ്ങളും വന്നടിയുമ്പോൾ വലിയ വീടുകൾ ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായി, നാമാവശേഷമായി വീടുകൾ പോലും അവിടെ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ പ്രദേശത്തിന്റെ സ്വഭാവമാകെ മാറുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. അതിന്റെ തുടർച്ചയിലാണ് അതിൽ ബാക്കിയായവരും ആ സമയത്ത് ഈ മുണ്ടക്കൈ മേഖലയിൽ ഇല്ലാതിരുന്നവരുമാണ് ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത്. അവരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ ഇവർക്ക് 500ഓളം ആളുകൾ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോഴും ഇവരുടെ കണ്ണുകളിൽ ആ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി തന്നെ കാണും. സമയം ഇപ്പോൾ 5 മണിയാകുന്ന സമയത്താണ് ഇവരൊക്കെ നമ്മോട് സംസാരിക്കുന്നത്. കിടന്നുറങ്ങേണ്ട സമയത്ത് ഇവർ അവരുടെ നഷ്ടബോധത്തിൽ അവർക്കത് ഉറങ്ങാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രശ്നം, ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 1600ഓളം ആളുകൾ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രം 500ഓളം ആളുകൾ നിൽക്കുന്നുമുണ്ട്. ഇന്ന് ഈ ബെയിലി പാലത്തിന്റെ കൂടി നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാകും എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ സംസാരിച്ച അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞ കാര്യം, അവരുടെ ഇനിയും ബന്ധുക്കളെ കിട്ടാനുണ്ട്, മരിച്ചവരെ കിട്ടാനുണ്ട് എന്നുള്ള കാര്യം നമ്മോട് പറയുകയുണ്ടായി. അപ്പോൾ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇനി കൂടുതൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുമ്പോൾ മാത്രമാണ് അതിലേക്കൊക്കെ കടക്കാൻ കഴിയുക. ബെയിലി പാലം പൂർത്തിയായി, അതിന്റെ പണി പൂർത്തിയായി. കൂടുതൽ ഹിറ്റാച്ചുകളും മറ്റു സാമഗ്രികളും മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം നിരവധി ആളുകളെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. മരണം 250-അപ്പുറത്തേക്ക് പോകുമ്പോഴും അതിനും മുകളിലേക്ക് മരണസംഖ്യ ഉയരാനും ആളുകളെ കണ്ടെത്താനും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ തരത്തിൽ വാഷ് ഔട്ട് ചെയ്തു പോയ നിലയിലാണ് മുണ്ടക്കൈ മേഖലയാകെയുള്ളത്. 150-ലേറെ വീടുകൾ പൂർണ്ണമായി ഒലിച്ചു പോകുന്ന നിലയുണ്ടായി എന്നുള്ളത് പ്രദേശവാസികൾ തന്നെ പറയുന്ന കാര്യമാണ്. പലരും പറയുന്നത്, ഞങ്ങളുടെ മേഖലയിലേക്ക് ഈ തരത്തിലുള്ള ഉരുൾപൊട്ടൽ വരുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല, ദുരന്തം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് ആ പ്രദേശവാസികൾ തന്നെ പറയുന്നത്. അപ്പോൾ ഈ ചൂരൽമല പ്രദേശത്തുള്ളവരൊക്കെ പറയുന്നത് ആ മേഖലയിലേക്ക് അങ്ങനെ ഒരു സാധ്യത പോലും അവർ കണ്ടിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും സേഫ് ആണെന്ന് വിചാരിച്ചിരുന്നവരുടെ വീടുകൾക്ക് മുകളിലേക്കാണ് ഈ ഉരുൾപൊട്ടൽ വന്നു പതിച്ചത് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. മാത്രമല്ല, ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ മലപ്പുറം പോത്തുക്കലിൽ നിന്നാണ് പല മൃതദേഹങ്ങളും കിട്ടിയതെന്ന് പറയുമ്പോൾ 25 കിലോമീറ്ററൊക്കെ മൃതദേഹങ്ങൾ ഒഴുകിപ്പോകണമെങ്കിൽ, മനുഷ്യജീവനുകൾ ഒഴുകിപ്പോകണമെങ്കിൽ ഈ ഉരുൾപൊട്ടലിന്റെ പ്രഹരശേഷി എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൽ ബാക്കിയായവരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്.